ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. UAE ടീച്ചിങ് ലൈസൻസ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് കോച്ചിങ് അക്കാഡമി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് 100% റിലയബിൾ ആയിട്ട് നിങ്ങളുടെ പെഡഗോജി എക്സാം, നിങ്ങളുടെ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എക്സാം എന്നിവയ്ക്ക് കോച്ചിങ്ങിനായിട്ട് AS അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ്സസിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഫേസ് ടു ഫേസ് സെഷൻസ്, സ്റ്റഡി നോട്ട്സ്, മോക്ക് എക്സാംസ് എന്നിവയാണ് AS അക്കാഡമിയിലെ കോച്ചിങ് ക്ലാസിന്റെ പ്രത്യേകതകൾ. AS അക്കാഡമിയുടെ 30 ദിവസത്തെ ഈ കോച്ചിങ്ങിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് TLS എക്സാം സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അക്കാഡമിയുടെ അടുത്തതായി തുടങ്ങുന്ന സൈക്കിൾ 2 സൈക്കിൾ 3 പെഡഗോജി ബാച്ചിലേക്ക് എൻറോൾ ചെയ്യുവാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെഡഗോജി എന്നൊരു മെസ്സേജ് അയക്കുക. അക്കാഡമിയുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 18ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വേക്കൻസീസും വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ നമ്മളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഓരോ വേക്കൻസീസിനും അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും മുൻകൂറായിട്ട് ക്യാഷ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നൽകാതിരിക്കുക. അങ്ങനെയുള്ള ഓഫേഴ്സ് സ്കാം ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടേതായ റെസ്പോൺസിബിലിറ്റിയിൽ ഈ ജോബ്സിന് ഓരോന്നിനും അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. ആദ്യത്തെ ജോബ് വേക്കൻസി ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. നോർത്ത് പോയിന്റ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള സ്കൂളുകളിലേക്കുള്ള ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. ഇത് മെയ് 4 അതായത് നാളെയും പിന്നെ മെയ് 10 ആണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. 10 മണി തൊട്ട് 2 മണി വരെയാണ് ഇന്റർവ്യൂ. അപ്പം ഇത് നടക്കുന്നത് ഷാർജ, ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷാർജയാണ്. റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കറന്റ്ലി ഷാർജയിൽ അജ്മാൻ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ട്. ഇമീഡിയറ്റ് ജോയിനേഴ്സ് ആയിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ CBSE അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരിക്കുലം എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. ഇപ്പൊ കറന്റ്ലി CBSE കരിക്കുലം എക്സ്പീരിയൻസും ബ്രിട്ടീഷ് കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ള ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരിക്കുലത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് CBSE കരിക്കുലം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ചാൻസ് ആണ്. മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും MOE അപ്രൂവൽ മാൻഡേറ്ററി ആണ്. അതായത് ഇപ്പോൾ കറന്റ്ലി UAE വർക്ക് ചെയ്യുന്നവർക്കൊക്കെ MOE അപ്രൂവൽ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ID ഉണ്ടായിരിക്കണം. ഇത് ഗേറ്റിലൂടെ എൻട്രി ചെയ്യണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ID ഉണ്ടായിരിക്കണം. ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് വെന്യൂവിൽ കയറണമെങ്കിൽ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ID കാണിക്കണം. അൺഫോർച്ചുനേറ്റ്ലി വിസിറ്റേഴ്സിന് ഇതിന് പങ്കെടുക്കാൻ പറ്റില്ല. നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വെന്യൂ ഈ പറഞ്ഞിരിക്കുന്ന റോയൽ അക്കാഡമി അജ്മാൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനിയും രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ധ്രുവ് ഗ്ലോബൽ സ്കൂളിലേക്കാണ്. ദുബായിലെ ധ്രുവ് ഗ്ലോബൽ സ്കൂള്. അപ്പം ഇവിടെ കറന്റ്ലി ഓപ്പൺ ആയിട്ടുള്ള റോളുകൾ കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സ്, പ്രൈമറി മിഡിൽ സ്കൂൾ ടീച്ചേഴ്സ്, അത് എല്ലാ സബ്ജക്റ്റുകളിലേക്കുമുണ്ട്. പ്രൈമറി ഹോം റൂം ടീച്ചേഴ്സ്. പിന്നെ ഇവർക്ക് വേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലസ് BEd ആണ് സബ്ജക്ട് ടീച്ചേഴ്സിന്. ഇനിയും ഈ റോബോട്ടിക്സ് അതുപോലെയുള്ള ടീച്ചേഴ്സിന് BEdന്റെ കമ്പൽസറി ആയിട്ടുള്ള റിക്വയർമെന്റുകൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ കറന്റ്ലി UAE സ്കൂൾ ലെവൽ എക്സ്പീരിയൻസ് ഉള്ള റോബോട്ടിക്സ്, AI പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. പിന്നെ നിങ്ങൾക്ക് KSDA, MOE, ADECO, SEPA അപ്രൂവൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ റിക്വയർമെന്റുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അയക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റോൾ ഏതാണോ ആ റോൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ CV ETS ഫ്രണ്ട്ലി ആയിട്ട് തയ്യാറാക്കി ഒരു മെയിലിന് ഒരു സബ്ജക്റ്റ് ഒക്കെ വെച്ചതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട്.
ഇനി മൂന്നാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അമിറ്റി സ്കൂൾ ദുബായിലേക്കാണ്. അപ്പോൾ ഇവിടെ അർജന്റായിട്ട് ഇംഗ്ലീഷ് ടീച്ചറിന്റെ റിക്രൂട്ട്മെന്റ് ആണുള്ളത്. ഇപ്പം കറന്റ്ലി CBSE കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇത് മുൻഗണനയുള്ളത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിലും, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക്, അതായത് സ്കൂളിന്റെ ഇമെയിൽ ID ആണ്, മെയ് 5-ാം തീയതിക്ക് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇതൊരു ഏജൻസിയുടെ ജോബ് വേക്കൻസിയാണ്. ഇത് UAE-യിൽ അത്യാവശ്യം, മിഡിൽ ഈസ്റ്റിൽ അത്യാവശ്യം ഒരു റെപ്യൂട്ടേഷൻ ഉള്ളൊരു ഏജൻസിയാണ്, ഗൾഫ് എഡ്യൂക്കേഷൻ. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ അബുദാബിയിൽ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനിയും അഞ്ചാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ന്യൂ മിലേനിയം സ്കൂളിലേക്കാണ്, ജെംസിന്റെ. അപ്പം അവിടെ അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നേരത്തെയും പബ്ലിഷ് ചെയ്തൊരു വേക്കൻസി ആയിരുന്നു. അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അത് വീണ്ടും റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV അറ്റാച്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്യുക. ആ ഇമെയിലിൽ ഒരു ബോഡി, ഒരു കവർ ലെറ്റർ തയ്യാറാക്കുക. എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും ബ്ലാങ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ആറാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അലിസാദ് സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, സെക്കൻഡറി മാത്സ് ടീച്ചേഴ്സ്, സെക്കൻഡറി കെമിസ്ട്രി, സെക്കൻഡറി ബയോളജി ടീച്ചേഴ്സ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷൻസിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനിയും ഏഴാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദുബായ് കാർമൽ സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് IGCSE ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് വേക്കൻസീസ് ആണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, ടീച്ചിങ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, മിനിമം 3 years ബ്രിട്ടീഷ് കരിക്കുലം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ കറന്റ്ലി UAE-ൽ ഉള്ളവർക്ക് ഒരു ജോബ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്കും നിങ്ങൾക്ക് ഈ പൊസിഷൻസ് ഈ വേക്കൻസി പൊസിഷൻസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിലോ താഴെ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലോ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അപ്പം ഈ ലിങ്കുകളും ഇമെയിലും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനിയും എട്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് റാഹ ഇന്റർനാഷണൽ സ്കൂൾ ഖലീഫ സിറ്റി ക്യാമ്പസ്, അബുദാബിയിലെ ഖലീഫ സിറ്റി ക്യാമ്പസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു IB സ്കൂളാണ്. ഇവിടെ കൂടുതലും IB കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അവരുടെ റിക്വയർമെൻറ്റും അത് തന്നെയാണ്. MYP DP ടീച്ചേഴ്സിന്, ബയോളജി ടീച്ചേഴ്സ്, സയൻസ് ടീച്ചേഴ്സ്, PE ടീച്ചേഴ്സ്, ഡിസൈൻ ടീച്ചേഴ്സ്, ഇത്രയും ടീച്ചിങ് പൊസിഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രീവിയസ് IB കരിക്കുലം എക്സ്പീരിയൻസ് റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. നേറ്റീവ് അല്ലെങ്കിൽ ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സ്പീക്കർ ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ടീച്ചേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പല ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ഫ്ലുവൻസി കുറവാണ്, എനിക്ക് ജോബ് കിട്ടുമോ? അങ്ങനെയുള്ളവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. UAE-ലെ സ്കൂളുകളിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. നിങ്ങൾ ഒരിക്കലും അറബിക്കിലോ മറ്റേതെങ്കിലും ലോക്കൽ ലാംഗ്വേജിലോ അല്ല പഠിപ്പിക്കുന്നത്, കൃത്യമായിട്ട് ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർലി നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കൺവേ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവരെയാണ് സ്കൂൾസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇതിൻ്റെ ലിങ്ക്, ഈ ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഈ ജോബ് പൊസിഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 9ാമത്തെ ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് ഏർലി ഇയർ വേക്കൻസിയാണ്. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറിനാണ്. അപ്പോൾ കറൻ്റ്ലി ഒരു ടെമ്പററി പൊസിഷനാണിത്. അപ്പം ജെംസ് ഫൗണ്ടർ സ്കൂളിലേക്കുള്ള ഒരു ടെമ്പററി വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് ഏർലി ഇയേഴ്സ് ടീച്ചർ എന്ന ടൈറ്റിലോട് കൂടി മെസ്സേജ് ചെയ്യുക. അല്ല എങ്കിൽ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ തപ്പിക്കഴിഞ്ഞാൽ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കിട്ടും. ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ടും അയക്കാവുന്നതാണ്. ഇനിയും 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വിക്ടോറിയ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജയിലെ കൽബ എന്ന സ്ഥലത്തെ വിക്ടോറിയ ഇന്റർനാഷണൽ സ്കൂളിലേക്കുള്ള വേക്കൻസി പൊസിഷനാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി പൊസിഷൻ എന്ന് പറയുന്നത് മാത്സ്, സയൻസ്, അത് മിഡിൽ സ്കൂളിലും സെക്കൻഡറി സ്കൂളിലേക്കുമുള്ള മാത്സ്, സയൻസ് ടീച്ചിങ് പൊസിഷൻസ് ആണ് ഇവിടെ ഇപ്പം ഫില്ല് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ റിക്വയർമെന്റുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. UAE എക്സ്പീരിയൻസ് പ്രിഫറബിൾ ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, വാലിഡ് ടീച്ചിങ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇത് കുറച്ച് അടുത്ത നാളുകളായിട്ടാണ് വാലിഡ് ആയിട്ടുള്ള ടീച്ചിങ് ലൈസൻസ് പല സ്കൂളുകളും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വിക്ടോറിയൻ കരിക്കുലം എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ വിക്ടോറിയൻ കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിന് മുൻഗണന കിട്ടും. പക്ഷേ ന്യൂസിലാൻഡ്, ബ്രിട്ടീഷ് ഓർ ഐറിഷ് അങ്ങനെയുള്ള കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കും. ഇനിയും നിങ്ങളിപ്പോൾ കറൻ്റ്ലി ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നാട്ടിലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരും അപ്ലൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവരുടെ അഭാവത്തിൽ നിങ്ങളെയും പരിഗണിക്കും. നിങ്ങളുടെ CV അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം, നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ് അത്രയ്ക്കും നല്ലതാണ് എങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും അവർ ഈ ജോബ് പൊസിഷന് വേണ്ടി പരിഗണിക്കുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ CVയും കവർ ലെറ്ററും ഈ കാണിച്ചിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ലഭിക്കും. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ മാത്രമേ അവർ കോൺടാക്ട് ചെയ്യുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇനി 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് പേസ് ഗ്രൂപ്പിലേക്കാണ്. ഇത് ക്രിയേറ്റീവ് ബ്രിട്ടീഷ് സ്കൂൾ അബുദാബി, പേസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ക്രിയേറ്റീവ് ബ്രിട്ടീഷ് സ്കൂൾ അബുദാബിയിലേക്കുള്ള വേക്കൻസിയാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വേക്കൻസീസ് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആകാൻ വേണ്ട ജനറൽ റിക്വയർമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. 2 വർഷത്തെ ബ്രിട്ടീഷ് കരിക്കുലം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ കുറച്ച് റിക്വയർമെന്റുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, മാൻഡേറ്ററി മിനിമം IELTS സ്കോർ ഓഫ് 6 ഓർ ഈക്വലന്റ്. അതായത് ഈ അപ്ലൈ ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള IELTS സ്കോർ നിർബന്ധമാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചാനലിൽ കുറച്ച് നാളായി നമ്മുടെ ചാനലിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. IELTS UAE ടീച്ചിങ്ങിന് കമ്പൽസറി ആണ്. മിക്കവാറും പല സ്കൂളുകളും കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ടൈമിൽ പല ആൾക്കാരും അത് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, ഈവൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് പോലും IELTS സ്കോർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും എന്നെ കമന്റുകളിലൂടെയൊക്കെ ഇങ്ങനെ നമ്മളെ തർക്കിക്കുക എന്ന് പറയത്തില്ലേ. അപ്പൊ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പുതിയ അഡ്വർടൈസ്മെന്റുകളൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. പല സ്കൂളുകളിലും കൃത്യമായിട്ട് അവർ IELTS സ്കോർ പ്രിഫർ ചെയ്യാറുണ്ട്. പിന്നെ ചില സ്കൂളുകൾ ഈ അഡ്വർടൈസ്മെന്റിൽ പബ്ലിഷ് ചെയ്തില്ല എങ്കിൽ പോലും നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ IELTS സ്കോർ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഇനിയും 12ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സലന്റ് പ്രൈവറ്റ് സ്കൂൾ ഷാർജയിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറിന്റെയാണ്. അപ്പം വേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് BA ഹിസ്റ്ററി, ജോഗ്രഫി ഓർ പൊളിറ്റിക്കൽ സയൻസ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ BA ഉണ്ടായിരിക്കണം, പ്ലസ് B.Ed ഉണ്ടായിരിക്കണം, 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ട റിക്വയർമെന്റുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. സബ്ജക്ട് ലൈനിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഗ്രേഡ് 6 to 8. ഇനിയും 13ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത്
ലിവ സ്കൂളിലേക്കാണ്. ലിവ സ്കൂൾ അലൈനിലാണ്. അപ്പം അലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മിഡിൽ സ്കൂൾ, എലമെന്ററി മിഡിൽ സ്കൂൾ പൊസിഷൻസിലേക്കാണ് 2025-26 അധ്യയന വർഷത്തേക്കുള്ള വേക്കൻസീസ് ആണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് അറിയുവാനായിട്ട് സ്കൂളിന്റെ വെബ്സൈറ്റിൽ കയറാവുന്നതാണ്. ഈ ലാസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ഈ ഇമെയിൽ ഐ ഡിയിലെ ലാസ്റ്റ് പാർട്ട് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിന്റെ വെബ്സൈറ്റിൽ കയറാം. വെബ്സൈറ്റിൽ കയറി അവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മിഡിൽ സ്കൂൾ, എലമെന്ററി പൊസിഷൻസിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സബ്ജക്റ്റ് മിഡിൽ സ്കൂൾ, എലമെന്ററി സ്കൂൾ ലെവലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് കവർ ലെറ്റർ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. 14ാമത്തെ ജോബ് വേക്കൻസി ഹാബിറ്റേറ്റ് സ്കൂളിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രി പൊസിഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ട എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അയച്ചു കൊടുക്കുമ്പോൾ മെയിലിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് അപ്ലൈയിങ് ഫോർ ദ പൊസിഷൻ ഓഫ് കെമിസ്ട്രി എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയുള്ളൂ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ CV റിജക്റ്റ് ആയിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ തവണ സെലക്ട് ആയിട്ടില്ല എന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. തീർച്ചയായിട്ടും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. Bye bye.